ഹായ്. പ്രത്യേകിച്ച് കറികളൊന്നുമില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിതുപോലൊരു ചായപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളത്തിന് കണക്കൊന്നുമില്ല. അപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2.5 കപ്പ് വെള്ളമൊക്കെ ഉണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അതിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളയ്ക്കണ്ട. നന്നായിട്ട് തിള വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കണം. ഇത് ഗ്ലാസ് ഫുള്ള് പൊടി ഞാൻ എടുത്തിട്ടില്ല. ഇത്രയും പൊടിയാണ് എടുത്തത്. ആവശ്യമാണെങ്കിൽ കൂടുതലെടുക്കുക. നമുക്കിപ്പോൾ അത്രയും ആവശ്യമുള്ളൂ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഫുള്ള് തിളയ്ക്കരുത്. തിളച്ചാൽ നമുക്ക് ഇത് റെഡിയായി കിട്ടൂല. അപ്പോൾ 3/4 ഭാഗം തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറേ ചായട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തീരെ കട്ടല്ലാതെ കലക്കിയെടുക്കണം. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കുക. തീരെ കട്ട ഉണ്ടായിരുന്നു. വെള്ളം തിളച്ച് പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പലഹാരം റെഡിയായി കിട്ടൂല. ഞാനിത് നന്നായിട്ടിങ്ങനെ കട്ടയൊക്കെ പോക്കി കലക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും പാകത്തിൽ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കതിൽ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. വേണം തേങ്ങ നമുക്ക് മുഴുവനായിട്ടില്ലേ ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്താൽ നമ്മളെ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനിതുപോലെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫ്രൈ പാനിൽ ചൂടാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതാണ് വെച്ചത്. ഞാനിതാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇഷ്ടമുള്ള ഏതെണ്ണ ആണെങ്കിലും ഉപയോഗിക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണ ഏത് വേണേൽ ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ മറ്റൊന്നും ചേർക്കുന്നില്ല. ഈ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം തന്നെ നമുക്കിത് ആരോഗ്യത്തിനൊന്നും ഒരു ദോഷവും ഇല്ലാത്ത തേങ്ങ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ തള്ളി മിക്സ് വെച്ച് കൊടുക്കാം. അധികം പരക്കണ്ട. ഇത്തിരി കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ. അടിഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇത്തിരി മേലെ തൂവി കൊടുക്കാം. കുറച്ച് മതി, വളരെ കുറച്ച്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു നന്നായിട്ട് വരും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പൊടി കലക്കിയെടുക്കുമ്പോൾ വെള്ളം തിളക്കരുതെന്ന്. നന്നായിട്ട് തിളച്ച് പോയാൽ നമുക്കിങ്ങനെ ഇത് മറിച്ചിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ മുറിഞ്ഞൊക്കെ പോകും. ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പൊടി കലക്കുക. അപ്പോൾ ഇതിങ്ങനെ വേവുന്ന വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിങ്ങനെ ഈ പത്തിരിക്കല്ലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 3 4 എത്ര വേണേലും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 3 ചുട്ട് ഈ വലിപ്പത്തിൽ. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. നമുക്കിത് കരിയാതെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. വെള്ളം നന്നായിട്ട് തിളച്ച് പോയെന്ന് വെച്ചാൽ ഇത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒട്ടിപ്പിടിക്കും. അതിലൊക്കെ ഇട്ടാൽ നമുക്ക് ചവച്ച് കഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇതൊരു പാകത്തിന് വെള്ളം അധികം തിളയ്ക്കാതെ എടുത്താൽ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് ചുട്ടെടുക്കുമ്പോൾ അറിയാം ഇതിൻ്റെ സൗണ്ടൊക്കെ മാറി വരും. ഇത് നന്നായിട്ട് വെന്തൊരു സൗണ്ടാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞാനിട്ട പേര് തേങ്ങാപ്പത്തിരി എന്നാണ്. ഇഷ്ടമുള്ള പേര് വിളിക്കുക. വേറെന്തായാലും നല്ല രുചിയുള്ളൊരു ഫുഡാണിത്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകുന്നേരങ്ങളിലോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്.
ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക.